അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാഴ 2 മൂവിനെ കുറിച്ചാണ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഹാഷിറിൻ്റെയും അലൻ്റെയും അനിയനും അനിയത്തിമാരും അഭിനയിച്ചുള്ള ഒരു സിനിമയാണ് വാഴ 2 എന്ന് പറയുന്നത്. പിന്നെ അതിൽ അലൻ്റെ അച്ഛനായിട്ടും അഭിനയിച്ച കുറച്ച് പേര്, അലൻ്റെ അച്ഛനായിട്ട് വിനായകൻ്റെ അച്ഛനായിട്ട് രണ്ടുപേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തിമാരെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടുണ്ട് ഷൈന എന്ന് പറയപ്പെടുന്ന ഏഞ്ചൽ മറിയ നായിക. ഇത് ആഷിറിൻ്റെ നായികയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ഇന്ന് പറയാൻ വേണ്ടി വാഴ 2 കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പം വാഴ 2 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നല്ലൊരു അഭിപ്രായമാണ്. സൂപ്പറായിട്ടുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിന് ഇടയ്ക്കുള്ള കുറേ സീൻസ് ഉണ്ട്, സാർമാരെ അടിക്കുന്നൊരു സീൻസ് ഉണ്ടല്ലോ, അതൊക്കെ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഇതുണ്ട്, അത് കുറേ കാര്യങ്ങൾ. പിന്നെ അവളെ കാമയ്ക്ക് കേക്കൊക്കെ കൊണ്ടുവെച്ച് ഒരു സീനുണ്ട്. പിന്നെ അവളെ അച്ഛനെ അലൻ്റെ അച്ഛനും പിന്നെ വിനായകൻ്റെ അച്ഛനും കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു സീനുണ്ട്, അതൊക്കെ പിന്നെ ഇമോഷണൽ സീനുണ്ട്. അത് ലാസ്റ്റ് അത് കണ്ടപ്പോഴാണ് എനിക്ക് വന്ന് ഇമോഷനായി കരഞ്ഞില്ല. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇമോഷണൽ സീന് അങ്ങനെ. പിന്നെ ലാസ്റ്റ് ഒരു അടിയുണ്ട്, മറ്റേ കല്യാണ പന്തലിൽ വെച്ചൊരു ക്ലൈമാക്സ് അടി ചെയ്യുന്ന ഫൈറ്റ് ഉണ്ടല്ലേ, അത് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള പാട്ട് തുടങ്ങുന്നതും ഒരു ഫൈറ്റ് തുടങ്ങുന്നതൊക്കെ സീനായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ വാഴ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി സിനിമയാണ്. ചേച്ചിയൊക്കെ പോയി കണ്ടാണ്, പക്ഷെ നമ്മൾ പോയി കണ്ടില്ലാത്തതുകൊണ്ട് പറയാണ്. പോയി കാണുക, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രക്ഷയില്ല, നിങ്ങൾ പോയി കാണുക. അത് നല്ലൊരു മൂവിയാണ്, സൂപ്പർ മൂവിയാണ് ഇപ്പോഴത്തെ. പിന്നെ നമുക്ക് ഇമോഷണൽ സീൻ നോക്കുമ്പോൾ കൂട്ടുകാരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഴയ കൂട്ടുകാരെയൊക്കെ ഓർമ്മ വരും. അവരെയൊക്കെ വിട്ട് പിരിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരും. അങ്ങനെ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. പഴയ കൂട്ടുകാരെയൊക്കെ വിട്ട് ഇപ്പം എനിക്ക് അദ്ദേഹം കൂട്ടുകാരൊന്നും ഇല്ലാവും. പിന്നെ ആ ഒരു ഇതുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഞാൻ എന്നോട് താമസിച്ചിരുന്നപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു. വലിയ ഉണർന്ന് മാറി ഇങ്ങ് വന്നതിന് ശേഷം കൂട്ടുകാരൊന്നുമില്ല. എവിടെയെന്ന് വെച്ചൊക്കെ കാണുമ്പോഴൊക്കെ ഉണ്ട്, അതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഇമോഷൻ എന്ന ഒരു സീനാണ് ക്ലൈമാക്സിലെ ആ ഒരു സീന്. പിന്നെ ഒരു നല്ലൊരു ട്വിസ്റ്റ് പോലത്തെ ഒരു സംഭവം തോന്നണം. നിങ്ങൾ കണ്ടു വയ്ക്കുന്നത് മനസ്സിലാകാൻ പറ്റാം. ആവശ്യമൊക്കെ കിടിലായിട്ട് അഭിനയിച്ചു. പിന്നെ അതിൽ കിടിലാക്കിയത് നമ്മളെ മറ്റേ വിനായകനാണ്. അടിപൊളി. വിനായകനും മറ്റേ അലനും കിടുക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇച്ചിരി സൂപ്പറായിട്ട് അഭിനയിച്ചത് വിനായകൻ. എന്ന് പറയുമ്പോൾ നമ്മളെ ഹാഷിർ സൂപ്പറായിട്ട് അഭിനയിച്ചു. ഹാഷിർ അടിപൊളിയായിട്ട്. ഹാഷിർ എല്ലാവരും കൊള്ളാം. എല്ലാവരും ഹാഷിർ മാത്രമല്ല, എല്ലാവരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ സിനിമ അടിപൊളിയാണ്. ഇനിയുള്ള എല്ലാം രക്ഷിക്കട്ടെ. ഈ അഭിനയിച്ച എല്ലാവർക്കും നല്ല ഇത് ഞാൻ പറയുന്നു ഗൈസ്. അപ്പം ചെറിയ വീഡിയോയിലൊക്കെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി ഇത്രയൊക്കെ ഇത് പറയുന്നുള്ളൂ. പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ. ബൈ.